നമസ്കാരം. ഇന്ന് നമ്മൾ ഊതുമായി ബന്ധപ്പെട്ട പല തട്ടിപ്പുകളും പല തരികിടകളും കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തരികിട, ഒരു തട്ടിപ്പ് എന്തെന്ന് വെച്ചാൽ, ഈ ഊത് മരം സ്വന്തമായിട്ടുള്ള ആളുകൾക്കിടയിലും ഇത് വാങ്ങിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് പരിപാടികളൊക്കെ ചെയ്യുന്ന ചില കൂട്ടരുണ്ട്. അവർക്കിടയിലും കൂടി ഒരു ബ്രോക്കർമാർ, അതായത് ഒരു ഇടനിലക്കാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അവരാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തരികിടയുടെ ഉപജ്ഞാതാക്കൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ വിവരിക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഊതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത, ഈ മേഖലയുമായി പ്രവർത്തിക്കാത്ത ഒരുപാട് ആളുകൾ ഇതേപ്പറ്റി അജ്ഞത കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വന്ന് വലിയ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് ഊത് മേഖലയിലേക്ക് കടന്നു വന്ന് വഞ്ചിക്കപ്പെട്ടവരുണ്ട്. അപ്പം അത്തരം ഒരുപാട് ആളുകൾ ഉള്ള ഒരവസരത്തിൽ തന്നെ ഇപ്പോഴും മറ്റൊരു രീതിയിൽ ഈ ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മധ്യ കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. അപ്പോൾ മധ്യ കേരളത്തിലുള്ള ഒരു ജില്ലയിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ 2-3 ഊത് മരങ്ങളുണ്ട്. അപ്പം 20 വർഷത്തോളം പഴക്കമുള്ള ഊത് മരങ്ങളിൽ ഊതുണ്ടാക്കിയെടുത്ത് അത് വിപണിയിൽ മറിച്ചു വിറ്റാൽ 10 ലക്ഷം രൂപ കിട്ടും എന്ന് ഇദ്ദേഹത്തെ അവിടെയുള്ള ചില ബ്രോക്കർമാർ വിശ്വസിപ്പിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തോട് 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി. 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് നമ്മളെപ്പോലുള്ള ഈ ഊതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പം നമ്മളുമായി ബന്ധപ്പെട്ട് അവർ 600 രൂപ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ടെസ്റ്റ് കിറ്റ് കിട്ടും. അപ്പോൾ ഈ ടെസ്റ്റ് കിറ്റ് കിട്ടിയിട്ടാണ് ഇതിൽ ഊത് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നത്. അപ്പം ഈ 600 രൂപയ്ക്ക് ഈ കിറ്റ് വാങ്ങിച്ചിട്ട് ഈ ബ്രോക്കർമാർ അദ്ദേഹത്തിൻ്റെ മരത്തിൽ ഒരു ടെസ്റ്റ് ചെയ്തു. അപ്പം ഇത് ചെയ്ത് കുറേ കഴിഞ്ഞു, മാസങ്ങളായി, റിസൾട്ടൊന്നും കാര്യമായിട്ട് ശേഷമാണ് ഇദ്ദേഹത്തിന് ഒരു സംശയം തോന്നിയ സമയത്ത് ഇദ്ദേഹം നേരിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത്, ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് 2 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിയിട്ട് APRCയുടെ പേരിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇദ്ദേഹത്തിന് 10 ലക്ഷം രൂപ മൊത്തത്തിൽ കിട്ടും. അപ്പോൾ 2 ലക്ഷം ഈ ബ്രോക്കർമാരുടെ കമ്മീഷനാണ്. ബാക്കി 8 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കിട്ടും എന്ന് ഇദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ ബ്രോക്കർമാർ, ഈ ഇടനിലക്കാർ അദ്ദേഹത്തെ ചതിച്ചിരിക്കുന്നത്. അപ്പം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നല്ല ക്വാളിറ്റി ഊത് ഉണ്ടായി അത് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ തുക നിങ്ങൾക്ക് കിട്ടും എന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള പച്ചയായ തട്ടിപ്പ് കേരളത്തിൽ നല്ല രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ഒരു ഓഫറുമായിട്ട് ഏതെങ്കിലും ഇടനിലക്കാരോ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഊത് തൈകൾ വിൽക്കുന്ന നഴ്സറികളോ നിങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ, അത് APRCയുടെ പേരിലാണോ ബന്ധപ്പെടുന്നതെങ്കിൽ മുൻകൂട്ടി വിവരം ഇവിടെ അറിയിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കോൺടാക്ട്സ് നമ്പർ, ഇമെയിൽ ID എല്ലാം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വിവരം അറിയിക്കാം. അവർക്കെതിരെ നിയമ നടപടി എടുക്കണമെങ്കിൽ എവിഡൻസ് വേണം. അതുകൊണ്ടാണ് മുൻകൂട്ടി വിവരം അറിയിക്കുക. അപ്പോൾ അത്തരക്കാരെ കൈയോടെ പിടികൂടണമെങ്കിൽ തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ മാത്രമേ അവർക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാൻ സാധിക്കൂ.